സായിക്ക് ഒട്ടും വയ്യ, തീരെ വയ്യ. സായി പുറത്താവുമോ? കാരണം അത്ര വയ്യാതെ സായി കൺഫഷൻ റൂമിൽ പോയി പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പരമാവധി നോക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എന്താണിത്? 6 വൈൽഡ് കാർഡ് കയറിയിട്ട് 3 തെറിച്ചു. 2 പേരെ ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് ഒരാൾ പുറത്തായത് എവിക്ഷൻ വഴി. ഇനി ബാക്കി 3 പേരുണ്ട്, സായി, നന്ദന, അഭിഷേക്. സായിക്കും ദാ ഇപ്പം വയ്യെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, കഥയിലൊരു അപാര ട്വിസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലത്തെ പ്രൊമോ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചതാണ്. എന്നിട്ട് ഞാനത് പറഞ്ഞില്ല, പ്രൊമോ മാത്രം പറഞ്ഞിട്ട് ഞാൻ പോയി. ശ്വേതാമേനോൻ വരുന്നുണ്ടല്ലോ. ശ്വേതാമേനോൻ്റെ കയ്യിലുള്ള മാണിക്യം അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ. അതെ, മോഷ്ടിക്കാം, കൈക്കലാക്കാം, എന്ത് വേണാച്ചാൽ ചെയ്യാം. അത് അടിച്ചു മാറ്റിയാൽ നോമിനേഷൻ ഫ്രീ ആണ്. വീട്ടുകാർക്ക് 2 വേയിൽ കളിക്കാം. പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ പവറും കൊണ്ട് വരുന്ന ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാൻ വിചാരിച്ചു, ഞാൻ 2-3 തവണ ആലോചിച്ചു, തമ്പനയിൽ വെച്ചാലോ മാണിക്യം മോഷണം പോകും എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, പറയണ്ട, വരട്ടെ, അത് ഒന്ന് കൺഫേം ആവട്ടെ, വെറുതെ പറഞ്ഞു കളയണ്ട. അങ്ങനെ ഇപ്പോൾ ആ സംഭവം വന്നിരിക്കുകയാണ്. പക്ഷേ സീസൺ 6ൻ്റെ കാര്യം അധോഗതിയായിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന വൈൽഡ് കാർഡ്സ് എല്ലാവരും വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്വേത ഇപ്പം ഉടനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സായി എനിക്ക് കൺഫഷൻ റൂമിൽ വരണം ബിഗ് ബോസ്, എനിക്ക് വന്നേ പറ്റുള്ളൂ ബിഗ് ബോസ്, അർജൻറ്റാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് വിളിക്കുന്നു. എന്താണ് കാര്യം? സായി പറയണം, എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ താഴെ വല്ലതും ആണോ പെയിൻ എന്നറിയില്ല. കാരണം സായി അങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, സഹിക്കാൻ വയ്യ. പക്ഷേ സായിക്ക് നേരത്തെ തോളിൻ്റെ അവിടെ എന്തോ അല്ലേ വേദന ഉണ്ടായിരുന്നത്. അപ്പോൾ സായി ഇപ്പോൾ പറയുന്നത് ടോയ്ലറ്റിൽ പോകാൻ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഈ പറയും പോലെ അടുത്ത ആഴ്ചയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫിസിക്കലായിട്ട് ടാസ്കുകൾ നല്ലപോലെ കടുകട്ടിയാവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ബിഗ് ബോസ്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഞാൻ പോകണമെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും. ജനങ്ങൾ പറഞ്ഞു വിടുമ്പോഴേ ഞാൻ പോവത്തുള്ളൂ. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. എനിക്ക് ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാണ് എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു. അപ്പോൾ എന്താണ് സായിയുടെ വേദന? സായി കൺഫഷൻ റൂമിൽ പോലും പറയുന്നില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞത് കട്ട് ചെയ്തു. എന്തോ ആവട്ടെ. അപ്പോൾ സായി പറഞ്ഞത് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ 2-3 തവണ നോക്കി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ടോയ്ലറ്റിൻ്റെ കാര്യമാണ് എടുത്തെടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകൂ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി വിടുന്നുണ്ട്. എന്താകുമോ, നല്ലൊരു പ്ലെയർ ആകാൻ ക്യാപ്പബിൾ ഉള്ള ഒരാളാണ്. ഇപ്പോൾ കത്തി വരുന്നുണ്ട്, മുന്നോട്ട് പോട്ടെ. അടുത്ത് അതിനുശേഷമാണ് സാബുവും ഈ പറയുന്ന കിച്ചൺ ടീമുമായിട്ടുള്ള ഒരു ഇഷ്യൂ. അവരുടെ കുറച്ച് കാര്യങ്ങൾ ശരിയാകുന്നില്ല, അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി എടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അത് ഋഷി സംസാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇതിൽ സംസാരിക്കുക, ഒത്തിരി പറയാനുണ്ട്. ചലഞ്ചിൻ്റെ കാര്യം പറയാം. ചലഞ്ച് അപ്സര കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. ചലഞ്ച് BB ഹോട്ടൽ ചലഞ്ച് ഡേ 2 ആണ്. ബോസംഗ രാജവംശത്തിൻ്റെ അലക്സാണ്ട്ര രാജകുമാരി ഇവിടെ വരാൻ പോവുകയാണ്. രാജകുമാരിയുടെ കയ്യിൽ ഒരു അത്ഭുത വസ്തു ഉണ്ട്, ഭയങ്കര വിലമതിപ്പാർന്ന ഒരു ഡയമണ്ടാണ്. ആ ഡയമണ്ടിന് ഗുണമുണ്ട്, ഭയങ്കര വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. അത് ആരുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണ് ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ 9th വീക്ക് നോമിനേഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അടുത്ത ആഴ്ച 10th ആഴ്ചയില്ലേ, 10th വീക്ക് നോമിനേഷനിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ 14 ആഴ്ച മാത്രമേ ബിഗ് ബോസ് ഉള്ളൂ. 10ാമത്തെ ആഴ്ചയാണ്, ഫിനാലയോട് അടുക്കുകയാണ്. ഡയമണ്ട് ആരുടെ കയ്യിൽ കിട്ടുന്നു അവർ ഭാഗ്യവാനാണ്. ഈ പ്രീതിപ്പെടുത്താൻ മറക്കരുത്. ഗസ്റ്റ് വരുമ്പം ഡയമണ്ട് കൈക്കലാക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഗസ്റ്റിനെ പ്രീതിപ്പെടുത്തി പോയിന്റ് നേടാൻ മറക്കരുത് എന്നാണ് ടാസ്ക്. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാവും, ഡയമണ്ട് അടിച്ചു മാറ്റണോ അതോ ഡയമണ്ട് പ്രീതിപ്പെടുത്തി അവരുടെ സുഖിപ്പിച്ച് വാങ്ങിക്കണോ, എങ്ങനെയാണ്? ഓൾറെഡി ഇപ്പം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഡയമണ്ട് അടിച്ചു മാറ്റിയത് ശ്വേത അറിയുവാണെങ്കിൽ ശ്വേത എന്ത് ചെയ്യും? ഇവർക്ക് പോയിന്റ് കൊടുക്കുമോ? കൊടുക്കത്തില്ല. അപ്പോൾ ഇവർക്ക് ചലഞ്ചിങ് ടാസ്കിൽ ജയിച്ച് പവർ റൂമിനോട് ഏറ്റുമുട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കിടക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പോയിന്റുകളെല്ലാം വാങ്ങിച്ച് മൊത്തം ശ്വേതയുടെ കയ്യിലുള്ള പോയിന്റ് മൊത്തം കൊടുത്ത് തീരുമല്ലോ, അതിന് ശേഷം അടിച്ചു മാറ്റണം. ചലഞ്ചിങ് ടാസ്ക് 2 കൂടെ ഉള്ളൂ. ഇത് ഇന്നത്തെ ഡേയും കൂടെ കഴിഞ്ഞാൽ
പിന്നെ നേരിട്ട് പവർ റൂമായിട്ടുള്ള മത്സരം. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച 2 ഗസ്റ്റുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നേരിട്ടുള്ള മത്സരം. അപ്പോൾ ഒന്നുകിലും ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം പോയിന്റ് മൊത്തം ശ്വേത കോയിൻ മൊത്തം കൊടുത്തതിന് ശേഷം അടിച്ചു മാറ്റാം. അപ്പം ഇത് കിട്ടിയാലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് കിട്ടുന്നത് പവർ റൂമിലിരിക്കുന്നവർക്ക് വേണമെങ്കിലും ഇത് അടിച്ചു മാറ്റാം. ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ സാധനത്തിനകത്ത് പറഞ്ഞിട്ടില്ല. പവർ റൂമിലുള്ളവർ അടിച്ചു മാറ്റി കഴിഞ്ഞാലാണ് ഏറ്റവും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആവും. ഞാൻ പറയുന്നത് ഈ നമുക്ക് പവർ റൂം അവിടെ കിട്ടുക എന്ന് പറയുന്നതിനേക്കാളും മുകളിലാണ് നോമിനേഷൻ ഫ്രീ ആവുക. മനസ്സിലായില്ലേ? പവർ റൂം കിട്ടുന്നതോ കിട്ടാത്തതോ അതൊക്കെ ബോണസാണ് അല്ലേ? നമ്മളൊരു ചലഞ്ച് ഏറ്റെടുക്കണം, ആ ചലഞ്ചിൽ വിജയിക്കണം, എന്നാലും മാത്രമേ നമുക്ക് പവർ റൂമിനകത്ത് വരാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല പവർ റൂമിനകത്ത് വന്നതുകൊണ്ട് അടുത്ത ആഴ്ച സേവ് ആകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 10ാമത്തെ ആഴ്ചയാണ്. അപ്പം പവർ റൂമിൽ വന്നതുകൊണ്ട് സേവ് ആകുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പവർ കാണും ഇവർക്ക്, ഈ പറഞ്ഞ കണക്ക് നോമിനേഷൻ പവർ, ഷോപ്പിംഗ് പവർ, എല്ലാ പവറും കാണും. ചിലപ്പോൾ ഇവരും 10ാമത്തെ ആഴ്ച ആയതുകൊണ്ട് ഡയറക്റ്റ് നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. അവരെ നോമിനേറ്റ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ വരാം. അപ്പോൾ ഒരുപക്ഷെ ഈ കല്ല് വന്നത്, ഈ ഡയമണ്ടിൻ്റെ കേസ് പറയുന്നത് കൊണ്ട് ഈ ഡയമണ്ട് കിട്ടുന്ന ആളും ക്യാപ്റ്റനും ഒഴിച്ച് ഒരൊറ്റ എണ്ണം ചിലപ്പോൾ സേവ് ആവൂല അടുത്ത ആഴ്ച, എല്ലാ നോമിനേഷനിൽ കയറും. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. തള്ളിക്കളയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കളിക്കാം. അപ്പോൾ ഈ പറയുമ്പോൾ എന്തായാലും നമ്മൾ പവർ റൂമിൽ കയറുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മൾ ഒരാഴ്ച കൂടി നോമിനേഷൻ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പെർഫോമൻസ് കാണിക്കാം, നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ഇത് 2 വേയിൽ കളിക്കാം. പവർ റൂമിലുള്ളവർക്ക് വേണം ഇത് തട്ടിയടിക്കാൻ, കാരണം അവർക്ക് എന്തായാലും പോയിന്റ് ഇല്ല. നിലവിലെ പവർ റൂമിലുള്ള അഭിഷേകിനും നോറയ്ക്കും അൻസിബയ്ക്കും റസ്മിനും എന്തായാലും കോയിൻ കിട്ടത്തില്ല. സാബുവും കോയിൻ കൊടുക്കില്ല, ശ്വേതയും കോയിൻ കൊടുക്കില്ല. കാരണം എന്താ? അവർ പവർ റൂമിലുള്ള അധികാരികളാണ്. അപ്പോൾ ഇവർക്ക് അടിച്ചു മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുവരെ യൂസ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിലവിലെ ഏറ്റവും കൂടുതൽ പവർ നേടിയിരിക്കുന്ന ഡെന്നാണല്ലോ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ആ ഡെന്നിന് വേണമെങ്കിലും അടിച്ചു മാറ്റാം. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോയിന്റും കൂടുതലാണ്. അതോടൊപ്പം തന്നെ എന്തും ഈ പറയുന്ന സാധനം കല്ലും ഡയമണ്ട് ഇവരുടെ കയ്യിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പവർ റൂമിലും കയറാം. ഇവരുടെ കയ്യിൽ നോമിനേഷൻ ഒരാൾക്ക് ഇത് കിട്ടുമല്ലോ, നോമിനേഷൻ ഫ്രീ ആവാം. എൻ്റെ മുന്നേ യമണ്ടം പവറായിരിക്കും. അടുത്ത ആഴ്ച മിക്കവാറും പവർ റൂമിലുള്ളവരൊക്കെ നോമിനേഷൻ ആവും. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്വേത ഉടൻ എത്തും. ഹോൺ അടിക്കുമ്പം പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്നുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ലൈവ് വിശേഷങ്ങളായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ശ്വേത എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി കളിയിൽ മാറ്റം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറയുമ്പോൾ ഒരു പവർ ഉള്ളൊരു സാധനം കൊണ്ടാണ് വരുന്നത്. മിക്കവാറും രാത്രി കടന്നിറങ്ങുമ്പോൾ മോഷണം പോവും. പ്രൊമോയ്ക്കകത്ത് ശ്വേത പറയുന്നത് ഡെന്ന് റൂമിനകത്ത് ആരും കയറില്ലെന്നാണ്. ഡെന്നിനകത്ത് മാണിക്യം തുറന്ന് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ബിഗ് ബോസ് തന്നെ പറയുന്നതായിരിക്കും. കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഡെന്നിനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്വേത അടുത്ത് പറയാനൊരു ചാൻസ് ഇല്ലേ, ശ്വേത ഡെന്ന് റൂം പോയി സെലക്ട് ചെയ്യണം. അപ്പോൾ ഡെന്നിലുള്ളവർ ഓട്ടോമാറ്റിക്കലി വെളിയിലാവും. അപ്പോൾ ഇവർക്ക് വേവ് കയറും. അപ്പോൾ ഇവരിത് മോഷ്ടിക്കാൻ പോകും. അപ്പോൾ ഇവർക്ക് പോയിന്റ്സ് കിട്ടത്തില്ല. അപ്പോൾ ഡെന്നിനെ ഓട്ടോമാറ്റിക്കലി താക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബിഗ് ബോസിന് അങ്ങനെ ഒരു പ്ലേ കളിക്കാം. കുറേ പ്ലേ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.